കേരളത്തിൽ നിരവധി പാർട്ടികൾ ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് വലിയ റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ ചെറിയ നിരവധി പാർട്ടികളെ കുറിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ഒരാളെന്ന് പറയുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അതൊരു പാർട്ടി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം തോറ്റാൽ പാർട്ടിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കണ്ണൂരിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു, ആ പാർട്ടി ഇല്ലാതായിരിക്കുന്നു. ഇന്ന് നമുക്ക് പക്ഷെ പറയാനുള്ളത് മാണി കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ജോസ് കെ മാണിയാണ് അതിൻ്റെ നേതാവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ജോസ് കെ മാണി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. പകരം അദ്ദേഹം രാജ്യസഭാ മെമ്പറായി തീരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ റോഷി അഗസ്റ്റിനാണ് അവരുടെ മന്ത്രിയായിരുന്നത്. വലിയ പവർഫുള്ളായിട്ടുള്ള മന്ത്രിയായിരുന്നു. അങ്ങനെ മന്ത്രിയായാൽ സാധാരണ ഒരു പിളർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പിളർപ്പ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഏറ്റവും ഒടുവിൽ കാണിച്ചിരുന്നു. ആ പാർട്ടിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് പറ്റി എന്നുള്ളതാണ്. അവർ സംപൂജ്യരായിരിക്കുന്നു. ആ പാർട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പാർട്ടി അഭിമുഖീകരിക്കുന്ന നിരവധി വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആ വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിലുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ലെവൽ 1-ൽ 179 രൂപയാണ്, ലെവൽ 2-ൽ 359 ആണ്, 359 രൂപയാണ്. അപ്പോൾ അതിനേക്കാൾ മുകളിലേക്കുള്ള ലെവലുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ എടുത്താൽ മതി. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള വലിയ ബെനിഫിറ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞോട്ടെ. അതൊരു മന്ത്ലി ഉള്ള കാര്യമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരൊറ്റ തവണത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് തിരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് വരാം. അവർ കഴിഞ്ഞ തവണ മത്സരിച്ചത് 12 സീറ്റുകളിലാണ്. 12 സീറ്റുകളിലും തന്നെ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 തവണ ഇതിനു മുമ്പ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ വലിയ പരാജയപ്പെട്ടു. കാരണം ഒരു സുനാമി ആയിരുന്നു അടിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ CPM ഉണ്ടായിട്ടുള്ള പരിക്കുകൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ തന്നെ കേരള കോൺഗ്രസ് മാണിക്കും തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇവരുടെ ചിരന്തര വൈരികളായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അവർ മത്സരിച്ച സീറ്റുകളിൽ വലിയ തോതിൽ അവർ ഇപ്പോൾ സീറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ വലിയ നേട്ടം അവർക്കുണ്ടാക്കാൻ, പക്ഷേ ഇവർക്ക് വലിയ കോട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കോട്ടമുണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ അത് ഏതാണ്ട് വീണ്ടും ഈ തോൽവിയുടെ ആഘാതത്തിൽ തന്നെ പിളരുമോ എന്നുള്ളതാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ച് കാണുന്നൊരു കാര്യം. അതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ മാത്രമേ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ആ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്, ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലേ എന്ന് പറയുന്ന സസ്പെൻസൊക്കെ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് റോഷി അഗസ്റ്റിൻ അദ്ദേഹം തന്നെ മൈക്ക് പിടിച്ചു മേടിക്കുകയും അദ്ദേഹം ജോസ് കെ മാണി മത്സരിച്ച് ജയിക്കും, എന്നിട്ട് ഈ പറയുന്ന പോലെ നിയമസഭയിലേക്ക് വരും എന്നുള്ളത് കൂടി സ്ട്രോങ് ആയി പറയുന്നത് നമ്മൾ കേട്ടു. അത്തരത്തിൽ പെട്ടെന്ന് അദ്ദേഹം മൈക്ക് മേടിച്ച് പറയുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ചമ്മിയിരിക്കുന്ന, അത്ര ഇഷ്ടപ്പെടാതിരിക്കുന്ന ജോസ് കെ മാണിയുടെ മുഖവുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അധികാര കേന്ദ്രമായി റോഷി അഗസ്റ്റിൻ മാറിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്കറിയാം ജോസ് കെ മാണിയും UDFുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ചില വാർത്തകൾ പുറത്തു വന്നത്. അത് അറിഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും കൃത്യമായി പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്യുകയും അതിന് തടയിടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഓപ്പറേഷനിൽ മുഖ്യമായ പങ്കുവഹിച്ചത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒന്നും തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, LDF വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ളൊരു ധാരണ അദ്ദേഹത്തിന് കൊടുത്തു. ജയരാജ് എന്ന് പറയുന്ന പ്രൊഫസർ ജയരാജൊക്കെ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്ന് ആടി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പൂഞ്ഞാറിലെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും വേറെ 1-2 പേരും മാത്രമേ ചിലപ്പോൾ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ജോസ് കെ മാണിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കൂടെ ചെന്നാൽ UDFിൽ ഉണ്ടാക്കാൻ പോകുന്ന അനുഭവം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ PJ ജോസഫിനേക്കാൾ ചെറിയ താഴെയുള്ളൊരു പാർട്ടിയായി താങ്കൾക്ക് നിൽക്കേണ്ടി വരുമെന്നും എന്തൊക്കെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഒക്കെ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവരെ പുറത്താക്കിയതാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് UDFിൽ നിന്ന് പണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളെ നേരിട്ടൊരു പാർട്ടിയാണ്. പിന്നീട് ഇടതുപക്ഷം ചേർത്ത് പിടിച്ചതാണ്. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ജോസഫ് കെ മാണിയല്ല, പകരം അത് ബിഷപ്പുമാരും സഭകളുമൊക്കെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് പോകാനുള്ളൊരു ചാഞ്ചാട്ടം ഉണ്ടായത്. പക്ഷേ തൻ്റെ പാർട്ടി തന്നെ ദുർബലമായി പോകുമെന്നും പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന അണികളും ഒരുപക്ഷെ റോഷിയോടൊപ്പം നിൽക്കുമെന്നൊക്കെയുള്ള ഭീതി കൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ പറ്റാതിരുന്നത്. കാരണം റോഷി ആ സമയത്തേക്ക് വലിയ കരുത്തനായിരുന്നു.
കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന പാർട്ടിയിൽ ആരാണോ അധികാര സ്ഥാനത്തിരിക്കുന്നത് അവനാണ് കരുത്തൻ, അല്ലാതെ പാർട്ടി ചെയർമാനാണെന്നും വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതുപോലെയുള്ള പല കോമഡികളൊക്കെ അവരുടെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ഇപ്പോൾ മാണിയും ജോസഫും അതുപോലെ പി സി ജോർജും ഒക്കെ തമ്മിൽ ഒന്നിക്കുകയും ഞങ്ങൾ ഒന്നാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ പി സി ജോർജിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടാനുള്ള അവസ്ഥ വന്നപ്പോഴേക്കും അതിന് ഇവർ രണ്ടുപേരും കൂടി കൃത്യമായി പാരവെച്ച് കളഞ്ഞു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഇവർ വലിയ അടുപ്പമുള്ള സ്നേഹമുള്ള ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ അതേപോലെ തന്നെ വലിയ തോതിൽ ജോസ് കെ മാണിയുടെ പിടിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യം, പാലായിൽ നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്തവണയും അദ്ദേഹം വളരെ ചെറിയ വോട്ടുകൾക്കാണ്, പക്ഷേ ചെറിയ വോട്ടുകൾക്ക് പോലും അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF 3 മണ്ഡലങ്ങളിലാണ് UDF പുറകിപ്പോയത്. അതിലൊന്ന് ഈ പാലയാണ്, രണ്ടാമത്തേത് കോവളമാണ്, മൂന്നാമത്തേത് പി സി വിശ്വനാഥിൻ്റെ കുണ്ട്രയാണ് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മണ്ഡലമാണിത്. ഇടക്ക് വെച്ച് പാലായിൽ നിന്നുള്ള ഇപ്പോഴത്തെ MLA മാണി സി കാപ്പന് പോലും അവിടെ നിന്ന് മാറിയാൽ കൊള്ളാം എന്ന് പോലും തോന്നിയിരുന്നു. അതിനുശേഷം മത്സരിക്കാൻ ഏത് മണ്ഡലം എന്നുള്ളത് നോക്കുമ്പോൾ ഈ പറയുന്ന കടത്തുരുത്തിയിൽ പോയി മത്സരിച്ചാലോ അവിടെ കുറച്ചുകൂടി കേരള കോൺഗ്രസ്സുകാരുള്ളതാണെന്നൊക്കെ പറയുന്ന ആലോചനയും ഒക്കെ തന്നെ ജോസ് കെ മാണിക്ക് വന്നിരുന്നു. പക്ഷേ കടത്തുരുത്തിയിൽ മോൻസ് ജോസഫാണ്. അവിടെ ചെന്ന് നിന്നാലും വലിയ പ്രശ്നമായിരിക്കും. കാരണം മോൻസ് ജോസഫിന് വലിയ ഗ്രിപ്പുള്ളൊരു മണ്ഡലമാണ്. തോക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകാതിരുന്നത്. പിന്നെ ധീരമായൊരു തീരുമാനം, ജയിച്ചാലും തോറ്റാലും അവിടെ നിന്ന് തന്നെ മത്സരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ വളരെ കുത്തക അവകാശം പോലെ കൊണ്ട് നടന്ന വളരെ മൊണോപ്പൊളിയായിരുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. അവിടെ ഇത്തവണയും അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും പരാജയപ്പെട്ടു. ഇപ്പം തന്നെ അവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കാരണം റോഷി അഗസ്റ്റിൻ പാർട്ടിയെ ചതിച്ചതാണ്. ഇല്ല, റോഷി അഗസ്റ്റിൻ LDF നിന്ന് വിട്ടുപോരാൻ അനുവദിക്കാതിരുന്നുകൊണ്ടാണ്. അങ്ങനെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് UDF ഒപ്പം ചെന്ന് സീറ്റുകൾ ജയിച്ചുകൊണ്ട് മന്ത്രിയാകാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇട്ടേക്കുന്ന പോസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നിലവിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ കൂടി അതിനകത്ത് ഉരുത്തിരിയാനുള്ള സാധ്യതകളുണ്ട്. റോഷി അഗസ്റ്റിൻ കൂടി തോറ്റതോടുകൂടി അദ്ദേഹവും ഇത് കേട്ടുകൊണ്ട് സംയമനത്തോടുകൂടി പ്രതികരിക്കാനുള്ള സാധ്യതകളില്ല. തീർച്ചയായും തന്നെ ഇനി അതിനകത്ത് വീണ്ടും ഒരു പിളർപ്പുണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ ജോസ് കെ മാണിയും കൂട്ടരും കുറച്ചുകൂടി ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത്തരത്തിൽ വലിയ പടലപ്പിളക്കങ്ങളിലേക്ക് കടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജോസ് കെ മാണി ഗ്രൂപ്പ്. തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇതേപോലെ തന്നെ തോൽവിയുടെ ആഘാതത്തിൽ CPIയിൽ ഇന്ന് KE ഇസ്മായിൽ വലിയ എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ചാത്തന്നൂരിൽ പരാജയപ്പെട്ടത് ബിനോയ് വിശ്വത്തിനടക്കമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തോൽവി ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വലിയ കക്ഷികളെ, അതായത് കുറച്ചെങ്കിലും ശക്തിയുള്ള കക്ഷികളെ എല്ലാം തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. രാമേന്ദ്രൻ കടന്നപ്പള്ളിയൊന്നും കുലുക്കാനില്ല, കാരണം അദ്ദേഹം മാത്രമേ ആ പാർട്ടിയിലുള്ളൂ. വേറെ ഒന്നും പുതിയതായിട്ട് സംഭവിക്കാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എതിരഭിപ്രായമൊന്നും ഉണ്ടാകാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്കറിയാം NCPയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ തോമസ് കെ തോമസും അതുപോലെ തന്നെ AK ശശീന്ദ്രനും പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയപ്പെട്ടില്ലെങ്കിൽ അവർ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വലിയ അടിയായിരുന്നു. ഇപ്പോൾ LDF കൂടി പരാജയപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും അടിസ്ഥാനമില്ല. അങ്ങനെ ചില പാർട്ടികളിൽ സമാധാനവും ചില പാർട്ടികളിൽ ശാശ്വതമായിട്ടുള്ള വലിയ വഴക്കുകളുടെയും തുടക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ജോസ് കെ മാണിയും കൂട്ടരും എന്നുള്ളത് മറന്നുപോകരുത്.